അനന്തരം യേശു തമ്പുരാൻ തിബേറിയോസ് കടൽ തീരത്ത് വെച്ച് തന്റെ ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷനായി. അവൻ പ്രത്യക്ഷപ്പെട്ടത് ഇപ്രകാരമായിരുന്നു: ശീമോൻ കീപ്പായും ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമായും ഗലീലായിലെ കൊത്തനയിലെ പട്ടണക്കാരനായ നഥനിയേലും സബദി പുത്രന്മാരും ശിഷ്യന്മാരിൽ മറ്റ് രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ കീപ്പ അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുകയാണെന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങളും നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് ഒരു വഞ്ചിയിൽ കയറി. ആ രാത്രിയിലൊന്നും അവർക്ക് കിട്ടിയില്ല. എന്നാൽ പ്രഭാതമായപ്പോൾ യേശു കടൽ തീരത്ത് വന്നു നിന്നു. അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ ഭക്ഷണം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അവനോടില്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, വഞ്ചിയുടെ വലതുഭാഗത്ത് വല വീശുവിൻ, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്രകാരം അവർ വീശി. അതിലാകപ്പെട്ട മത്സ്യങ്ങളുടെ ബാഹുല്യം നിമിത്തം വല വലിച്ചു കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശുവിന് പ്രിയപ്പെട്ട ശിഷ്യൻ കീപ്പായോട്, അത് നമ്മുടെ കർത്താവാണെന്ന് പറഞ്ഞു. ശീമോൻ കർത്താവാണ് എന്ന് കേട്ടപ്പോൾ താൻ നഗ്നനായിരുന്നതുകൊണ്ട് തൻ്റെ വസ്ത്രം എടുത്ത് അരയിൽ ചുറ്റിയിട്ട് കടലിൽ ചാടി. യേശുവിൻ്റെ അടുക്കൽ ചെന്നു. മറ്റു ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായിരുന്നു കൊണ്ട് അവർ ആ മത്സ്യം നിറഞ്ഞ വലയെ വലിച്ചുകൊണ്ട് വഞ്ചിയിൽ തന്നെ വന്നു. അവർ കരയ്ക്ക് കയറിയപ്പോൾ തീക്കനലുകൾ കൂട്ടിയിരിക്കുന്നതും അവയിൽ മത്സ്യമിട്ടിരിക്കുന്നതും കണ്ടു. കുറെ അപ്പവും ഉണ്ടായിരുന്നു. യേശു അവരോട്, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യങ്ങളിൽ കുറെ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശീമോൻ കീപ്പ കയറി 153 വൻതരം മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല കരയിലേക്ക് വലിച്ചു കയറ്റി. ഈ ഭാരമെല്ലാം ഉണ്ടായിട്ടും ആ വല കീറിയില്ല. യേശു അവരോട്, നിങ്ങൾ വന്ന് ഭക്ഷണം കഴിപ്പാൻ എന്ന് പറഞ്ഞു. അത് ആരാണെന്ന് ചോദിപ്പാൻ ശിഷ്യന്മാരെല്ലാവരും തുനിഞ്ഞില്ല. എന്തെന്നാൽ അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞില്ല. യേശു അടുത്തു ചെന്ന് അപ്പവും മത്സ്യങ്ങളും എടുത്ത് അവർക്ക് കൊടുത്തു. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം ചെയ്ത ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഇത് 3-ാം പ്രാവശ്യമായിരുന്നു. മറക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.